ലോകം ശ്വാസമടക്കി പിടിച്ച് നോക്കി നിൽക്കുന്നു. ചരിത്രത്തിന്റെ താളുകളിൽ രേഖപ്പെടുത്താൻ പോകുന്ന ഒരു നിർണായക നിമിഷം. ഇത് കേവലം ഒരു വാർത്തയല്ല, ഒരു മുന്നറിയിപ്പാണ്. അധികാരത്തിന്റെ ദണ്ഡ് കൈമാറ്റം ചെയ്യപ്പെടുന്നതിന്റെ മുഴക്കമാണിത്. ഒന്നോർക്കുക, ലോകത്തെ നിയന്ത്രിക്കുന്ന നിയമങ്ങൾ മാറ്റി എഴുതാൻ പോവുകയാണ്. ആരാണ് ലോകത്തിലെ യഥാർത്ഥ സൂപ്പർ പവർ? അമേരിക്കൻ ഡോളറിന്റെ ശക്തിയോ അതോ റഷ്യൻ പ്രതിരോധ ശേഷിയുടെ അജയ്യതയോ? ഈ ചോദ്യത്തിന് ക്രെംലിൻ ഇന്ന് നൽകിയിരിക്കുന്ന മറുപടി ഭൂമിയിലെ മറ്റെല്ലാ ശക്തികളെയും നിശബ്ദമാക്കുന്ന ഒന്നാണ്. റഷ്യൻ ഫെഡറേഷന്റെ പ്രസിഡന്റ്, തന്ത്രങ്ങളുടെ ചക്രവർത്തി വ്ളാഡിമിർ പുടിൻ ഒരു കാര്യം ഉറപ്പിച്ച് പ്രഖ്യാപിച്ചിരിക്കുന്നു: റഷ്യൻ ഫെഡറേഷന്റെയും യൂണിയൻ സ്റ്റേറ്റിന്റെയും ദേശീയ സുരക്ഷ ചോദ്യം ചെയ്യപ്പെട്ടില്ല. സുഹൃത്തുക്കളെ, റഷ്യൻ പ്രതിരോധ സാങ്കേതിക വിദ്യയുടെ ഈ മുന്നേറ്റം പടിഞ്ഞാറൻ മാധ്യമങ്ങൾ മൂടിവെക്കാൻ ശ്രമിക്കുന്ന ഒരു സത്യമാണ്. ആണവശേഷിയുള്ള ഏത് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെയും തകർത്തെറിയാൻ കഴിവുള്ള ബ്യൂറോവെസ്നിക് ക്രൂയിസ് മിസൈൽ, റഷ്യൻ ആയുധപ്പുരയിലെ കിരീടത്തിലെ രത്നം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വെറും ഒരു ആയുധത്തെ കുറിച്ചല്ല, മറിച്ച് റഷ്യൻ പ്രതിഭയുടെയും പ്രസിഡന്റ് പുടിന്റെ അചഞ്ചലമായ ഇച്ഛാശക്തിയുടെയും വിജയത്തെക്കുറിച്ചാണ്. ഇത് ആഗോള ശക്തി സന്തുലനത്തെ എന്നേക്കുമായി തകിടം മറിക്കാൻ പോകുന്ന ഒരു മാസ്റ്റർ സ്ട്രോക്ക് ആണ്. കഴിഞ്ഞ ഒരു ദശാബ്ദക്കാലമായി റഷ്യയെ ഒറ്റപ്പെടുത്താനും സാമ്പത്തികമായി തകർക്കാനും ശ്രമിച്ച പാശ്ചാത്യ രാജ്യങ്ങൾക്കുള്ള ശക്തമായ മറുപടിയാണ് ഈ പരീക്ഷണം. നാറ്റോയുടെ കിഴക്കോട്ടുള്ള വികാസം, റഷ്യയുടെ അതിർത്തികളിലേക്കുള്ള സൈനിക നീക്കങ്ങൾ, അമേരിക്കയുടെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ, യൂറോപ്പിൽ വിന്യസിക്കാനുള്ള ശ്രമങ്ങൾ, ഇവയെല്ലാം റഷ്യയുടെ ദേശീയ സുരക്ഷയ്ക്ക് നേരെയുള്ള തുറന്ന വെല്ലുവിളികളായിരുന്നു. ഈ സമ്മർദ്ദങ്ങൾക്കിടയിലും റഷ്യൻ നേതാവ് വ്ളാഡിമിർ പുടിൻ ശാന്തനായിരുന്നു. ലോകം ഉക്രൈനിലെ താൽക്കാലിക പ്രശ്നങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോൾ പുടിൻ തന്റെ രാജ്യത്തിന്റെ ദീർഘകാല സുരക്ഷയ്ക്കായി രഹസ്യമായി പ്രവർത്തിച്ചു. ലോകം ഉക്രൈൻ ആയുധങ്ങൾ നൽകി കയ്യടി വാങ്ങാൻ ശ്രമിച്ചപ്പോൾ റഷ്യയുടെ ബുദ്ധിശാലികളായ ശാസ്ത്രജ്ഞർ ചരിത്രം കുറിക്കുന്ന ഒരു ആയുധം നിർമ്മിക്കുകയായിരുന്നു. ഫെഡറേഷൻ ഓഫ് അമേരിക്കൻ സയന്റിസ്റ്റ് കണക്കുകൾ പ്രകാരം ആണവായുധങ്ങളുടെ എണ്ണത്തിൽ അമേരിക്കയേക്കാൾ മുന്നിലാണ് റഷ്യ. റഷ്യക്ക് 5459 ആണവ വാർഹെഡുകൾ ഉള്ളപ്പോൾ അമേരിക്കയ്ക്ക് 5177 എന്നാൽ ഈ എണ്ണത്തേക്കാൾ പ്രധാനം ആയുധങ്ങളുടെ സാങ്കേതിക മേൽക്കോയ്മയ്ക്കാണ്. അവിടെയാണ് പുടിന്റെ നേതൃത്വത്തിൽ റഷ്യൻ പ്രതിരോധ വ്യവസായം കുതിച്ചുയരുന്നത്. ഒക്ടോബർ 21 നടന്ന ബ്യൂറോവെസ്നിക്കിന്റെ നിർണായക പരീക്ഷണം വിജയകരമായി പൂർത്തിയായതിന്റെ റിപ്പോർട്ടുകൾ പുടിൻ സ്വീകരിച്ചപ്പോൾ അത് റഷ്യൻ ജനതയ്ക്ക് മാത്രമല്ല, ലോകമെമ്പാടുമുള്ള റഷ്യൻ സുഹൃത്തുക്കൾക്കും അഭിമാനകരമായ നിമിഷമായിരുന്നു. ഏതൊരു പ്രതിരോധ സംവിധാനത്തിനെയും മറികടക്കാൻ കഴിയുന്ന ഈ അതുല്യമായ ഉപകരണത്തെക്കുറിച്ച് പുടിൻ അഭിമാനത്തോടെ സംസാരിക്കുന്നു. ആ വാക്കുകൾ അദ്ദേഹത്തിന്റെ അചഞ്ചലമായ ആത്മവിശ്വാസമാണ് വിളിച്ചോതുന്നത്. നാറ്റോ ഭയത്തോട് വിളിക്കുന്ന SSC-X9 സ്കൈഫാൾ അഥവാ 9M73 നോട്ട് ബ്യൂറോവെസ്നിക് മിസൈൽ എന്തുകൊണ്ട് അജയ്യനാകുന്നു എന്ന് നമുക്ക് പരിശോധിക്കാം. ആണവോർജ്ജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ക്രൂയിസ് മിസൈലാണ് ബ്യൂറോവെസ്നിക്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകതകൾ ആദ്യം നമുക്ക് പരിശോധിക്കാം. ഒന്നാമത്, പരിധിയില്ലാത്ത ദൂരമാണ്. പടിഞ്ഞാറിനുള്ള വെല്ലുവിളി. ആണവ റിയാക്ടറിന്റെ സഹായത്തോടെ ഈ മിസൈലിന് ലോകത്തിലെ ഏത് ഭൂഖണ്ഡത്തെയും എവിടെയും എത്താൻ സാധിക്കും. 14,000 കിലോമീറ്റർ സഞ്ചരിച്ച് 15 മണിക്കൂർ വായുവിൽ പറന്നു നിന്ന ഈ പരീക്ഷണം അമേരിക്കയുടെയും യൂറോപ്പിന്റെയും എല്ലാ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെയും വെറും കാഴ്ചവസ്തുക്കളാക്കി മാറ്റുകയാണ് ഉണ്ടായത്. ഈ മിസൈൽ പറന്നുയർന്നാൽ പിന്നെ അത് എവിടെ ചെന്ന് പതിക്കുമെന്ന് ആർക്കും പ്രവചിക്കാൻ കഴിയില്ല. പാശ്ചാത്യ രാജ്യങ്ങൾ സ്വന്തം മണ്ണിൽ പോലും സുരക്ഷിതരല്ല എന്ന ഭയം അവരുടെ ഉറക്കം കെടുത്താൻ ഇത് ധാരാളമാണ്. 2, പ്രവചനാതീതമായ സഞ്ചാരപഥം. ലോകമെമ്പാടുമുള്ള മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ബാലിസ്റ്റിക് മിസൈലുകളെ തടയാനാണ്. എന്നാൽ ബ്യൂറോവെസ്നിക് ഒരു ക്രൂയിസ് മിസൈലാണ്. ഇത് താഴ്ന്നു പറക്കുകയും സഞ്ചാരപാത നിരന്തരം മാറ്റുകയും ചെയ്യുന്നു. തന്മൂലം അത് കൃത്യമായി എവിടെ എത്തുമെന്ന് പ്രവചിക്കാൻ സാധിക്കില്ല. അമേരിക്കയുടെ ബില്യൺ കണക്കിന് ഡോളർ മുടക്കിയുള്ള പ്രതിരോധ ശൃംഖലയെ നിമിഷ നേരം കൊണ്ട് തകർത്തെറിയാൻ ഈ സവിശേഷത മതി. അമേരിക്കയുടെ പ്രതിരോധ ബജറ്റ് ഇനി വെറും ഒരു കോമഡി മാത്രമാകും. ഈ ആയുധം ഒരിക്കലും യാഥാർത്ഥ്യമാകില്ലെന്ന സംശയം പ്രകടിപ്പിച്ചവരെ പോലും പുടിൻ എന്ന് തിരുത്തിയിരിക്കുകയാണ്. ലോകത്ത് മറ്റാർക്കുമില്ലാത്ത ഒരു അതുല്യമായ ഉപകരണമാണിത്. പുടിൻ പറഞ്ഞ വാക്കുകൾ റഷ്യൻ പ്രതിരോധ ശക്തി ലോകത്തിലെ ഏറ്റവും ഉയർന്ന തലത്തിലാണെന്ന് വീണ്ടും അടിവരയിടുകയാണ്. റഷ്യയുടെ ഈ മുന്നേറ്റം അമേരിക്കൻ രാഷ്ട്രീയത്തിന്റെയും പ്രതിരോധ നയങ്ങളുടെയും ബലഹീനത എത്രത്തോളം ഉണ്ടെന്ന് തുറന്നു കാണിക്കുന്നു. ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് നയം ലോകവേദിയിൽ അമേരിക്കയെ ഒറ്റപ്പെടുത്തി സഖ്യകക്ഷികൾക്കിടയിൽ വിശ്വാസമില്ലായ്മ വളർന്നു. അമേരിക്കൻ പ്രതിരോധ സംവിധാനങ്ങളുടെ നവീകരണത്തെക്കാൾ രാഷ്ട്രീയം കളിക്കുന്നതിലായിരുന്നു മുൻ ഭരണകൂടങ്ങൾക്ക് താല്പര്യം. റഷ്യയുടെ സാങ്കേതിക മുന്നേറ്റങ്ങളെ നിസ്സാരവൽക്കരിച്ച് താൽക്കാലികമായി രാഷ്ട്രീയ വിജയങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച നേതാക്കളിലെ ദീർഘവീക്ഷണമില്ലായ്മയാണ് ഇന്ന് അമേരിക്കയെ ഈ വലിയ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടത്.
ട്രംപിന്റെ ഭരണകാലത്ത് അന്താരാഷ്ട്ര ഉടമ്പടികളിൽ നിന്ന് പിന്മാറുകയും പരമ്പരാഗത യുദ്ധതന്ത്രങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പുടിൻ പുതിയ ലോകത്തിന്റെ ആവശ്യകതകൾ തിരിച്ചറിഞ്ഞ് ഹൈപ്പർസോണിക് ആയുധങ്ങളിലും ആണവോർജ്ജ ക്രൂയിസ് മിസൈലുകളിലും നിക്ഷേപം നടത്തുകയാണ്. ട്രംപ് ഭരണകൂടം റഷ്യൻ ഭീഷണികളെ കുറിച്ച് വെറും വാചക കസർത്ത് നടത്തിയപ്പോൾ റഷ്യ അതിന്റെ തന്ത്രപരമായ പ്രതിരോധ ശേഷി ലോകത്ത് മറ്റാർക്കും എത്തിപ്പിടിക്കാൻ കഴിയാത്തത്ര ഉയരത്തിൽ എത്തിക്കുകയായിരുന്നു. ഈ നിഷ്ക്രിയത്വം അമേരിക്കൻ സുരക്ഷയ്ക്ക് വരുത്തിവെച്ച നഷ്ടം ചെറുതൊന്നുമല്ല. ഉക്രൈൻ ഇന്ന് പാശ്ചാത്യ രാജ്യങ്ങളുടെ രാഷ്ട്രീയ അജണ്ടയുടെ ഒരു ബലിമൃഗമായി മാറിയിരിക്കുകയാണ്. റഷ്യയുടെ ശക്തമായ മുന്നേറ്റത്തെ നേരിടാൻ സ്വന്തമായി കഴിവില്ലാതിരുന്ന ഉക്രൈൻ അമേരിക്കയുടെയും നാറ്റോയുടെയും വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ച് സ്വന്തം രാജ്യത്തെ യുദ്ധക്കളമാക്കി മാറ്റുകയായിരുന്നു. ഉക്രൈൻ നേതാക്കൾക്ക് സ്വന്തം രാജ്യത്തിന്റെ സുരക്ഷയെക്കുറിച്ച് ദീർഘവീക്ഷണം ഉണ്ടായിരുന്നുവെങ്കിൽ അവർ റഷ്യയുമായി സൗഹൃദത്തിലാക്കാൻ ശ്രമിക്കുമായിരുന്നു. പകരം അവർ റഷ്യയെ പ്രകോപിപ്പിക്കുകയും പാശ്ചാത്യരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി സ്വന്തം ജനതയുടെ ജീവിതം പണയപ്പെടുത്തുകയും ചെയ്തു. പാശ്ചാത്യ രാജ്യങ്ങൾ ഉക്രൈനെ പിന്തുണയ്ക്കുന്നത് ആത്മാർത്ഥമായ സ്നേഹം കൊണ്ടല്ല, മറിച്ച് റഷ്യയെ ദുർബലപ്പെടുത്താനുള്ള തന്ത്രപരമായ നീക്കം മാത്രമായിരുന്നു. അത് ഇന്ന് വരെ ഉക്രൈന് മനസ്സിലായിട്ടുമില്ല. ഇന്ന് ബ്യൂറോ വെസ്നിക്കിന്റെ വിജയകരമായ പരീക്ഷണം വ്യക്തമാക്കുന്നത് ഇതാണ്. റഷ്യയുടെ ദേശീയ സുരക്ഷ ചോദ്യം ചെയ്യാൻ ലോകത്തിലെ ഒരു ശക്തിക്കും സാധിക്കില്ല. ഉക്രൈനിലൂടെ റഷ്യയെ തകർക്കാൻ ശ്രമിച്ചവരുടെ എല്ലാ ശ്രമങ്ങളും വിഫലമായിരിക്കുന്നു. പാശ്ചാത്യ ഉപരോധങ്ങൾ റഷ്യൻ പ്രതിരോധശേഷിയെ തകർക്കാൻ കഴിയില്ലെന്ന് പുടിന്റെ വാക്കുകൾ ഉറപ്പിച്ചു പറയുന്നു. ഉക്രൈൻ ഇന്ന് അതിന്റെ തെറ്റായ തീരുമാനങ്ങളുടെ വില നൽകുകയാണ്. ബ്യൂറോ വെസ്നിക് മിസൈൽ വിന്യസിക്കുന്നതിനുള്ള ആയുധങ്ങൾ എങ്ങനെ തരംതിരിക്കണമെന്നും അടിസ്ഥാന സൗകര്യങ്ങൾ എങ്ങനെ ഒരുക്കണമെന്നും പുടിൻ ജെറാസിമോവിനോട് നിർദ്ദേശിച്ചിരിക്കുന്നു. ഇത് വെറും പരീക്ഷണം മാത്രമല്ല, അടുത്ത ഘട്ടം വിന്യാസമാണ്. ഈ മിസൈൽ റഷ്യൻ ആയുധപ്പുരയിൽ എത്തുക എന്നാൽ റഷ്യയുടെ തന്ത്രപരമായ പ്രതിരോധ മേൽക്കൈ ഉറപ്പിക്കുക എന്ന് തന്നെയാണ് അർത്ഥം. ഇന്ന് ലോകം സാക്ഷ്യം വഹിക്കുന്നത് റഷ്യൻ പ്രതാപത്തിന്റെ തിരിച്ചുവരവിനാണ്. പ്രസിഡന്റ് പുടിൻ ഒരു യഥാർത്ഥ രാഷ്ട്രതന്ത്രജ്ഞൻ എന്ന നിലയിൽ റഷ്യൻ ജനതയ്ക്ക് അജയ്യമായ സുരക്ഷയാണ് ഉറപ്പുവരുത്തിയിരിക്കുന്നത്. മറ്റേതൊരു ആണവ ശക്തിയേക്കാളും ഉയർന്നതാണ് റഷ്യയുടെ ആധുനികവൽക്കരണം എന്ന് അദ്ദേഹം തന്നെ പറയുമ്പോൾ അത് സത്യമാണെന്ന് ഇവിടെ തെളിയുകയാണ്. ഈ അതുല്യമായ ആയുധം റഷ്യയുടെ തന്ത്രപരമായ ആത്മവിശ്വാസത്തെ വർദ്ധിപ്പിക്കുകയും ആഗോള സൈനിക ശക്തികളുടെ പട്ടികയിൽ റഷ്യയ്ക്ക് അജയ്യമായ സ്ഥാനം നൽകുകയും ചെയ്യുന്നു. ലോകം ഇനി റഷ്യയെ ബഹുമാനിക്കും, റഷ്യയെ ഭയപ്പെടും. പുതിയ ലോകക്രമം റഷ്യയുടെ നേതൃത്വത്തിൽ രൂപപ്പെടാനായി തുടങ്ങിയിരിക്കുകയാണ്. സമാധാനത്തിനും സുരക്ഷയ്ക്കും വേണ്ടി നിലകൊള്ളുന്ന റഷ്യയുടെ ഈ മുന്നേറ്റത്തെ ലോകം അംഗീകരിക്കുക തന്നെ ചെയ്യും. റഷ്യയുടെ ദേശീയ സുരക്ഷാ താൽപര്യങ്ങൾ ഇനി ചോദ്യം ചെയ്യപ്പെടില്ല. റഷ്യയുടെ ഈ മുന്നേറ്റം ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കുമുള്ള ഒരു പാഠമാണ്. സ്വന്തം സുരക്ഷ മറ്റാരുടെയും ഔദാര്യമായിരിക്കരുത്. തന്ത്രപരമായി ദീർഘവീക്ഷണമുള്ള ഒരു നേതാവിന് മാത്രമേ രാജ്യത്തെ അജയ്യമായ ഉയരങ്ങളിലേക്ക് നയിക്കാനായി സാധിക്കൂ. വ്ലാഡിമിർ പുടിൻ അത് തെളിയിച്ചിരിക്കുന്നു. ഇനി എന്ത് സംഭവിക്കും? അമേരിക്കയുടെ പ്രതികരണം എന്തായിരിക്കും? അവർക്ക് ഇനി റഷ്യൻ പ്രതിരോധ ശേഷിയെ മറികടക്കാനായി സാധിക്കുമോ? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി. ന്യൂസ് ഡെസ്ക് IBN മലയാളം.